എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ചന്ദ്രോദയത്തിൽ സച്ചിയോട് ആകെ സ്നേഹം കാണിച്ചിരുന്നതും ചേർത്ത് പിടിച്ചതും നമ്മുടെ രവീന്ദ്രനായിരുന്നല്ലോ. ചന്ദ്ര ഒരിക്കലും സച്ചിയെ മകനായി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ രവീന്ദ്രനും ഈ സച്ചിയെ തള്ളിപ്പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻ്റണിക്ക് സച്ചിയോടുള്ള ദേഷ്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സച്ചി ആൻ്റണിയുടെ മേത്ത് കൈവച്ചത് ആൻ്റണിക്ക് ഇപ്പോഴും പൊറുക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു ആൻ്റണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ബാറിൽ കുറച്ചാളുകളായിട്ടൊക്കെ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പൂമാല കെട്ടിക്കൊടുത്ത നേതാവില്ലേ, നേതാവിനൊരു കാർ എടുക്കാൻ വേണ്ടി സച്ചിയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സച്ചിയാണെങ്കിൽ വിലപേശി നല്ല അടിപൊളി കാറ്, സെക്കൻഡ് ഹാൻഡ് കാറ് നേതാവിൻ്റെ കൂട്ടുകാരന് വേണ്ടി എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ സച്ചിയും കൂട്ടി അവരൊരു ബാറിൽ പോകുവാണ്. സച്ചി പറയുന്നുണ്ട്, ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിക്കുന്നില്ല, നിങ്ങൾ പോയി ആഘോഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് നേതാവിനെ അകത്തോട്ട് വിടുന്നുണ്ട്. എന്നിട്ട് സച്ചി ബാറിൻ്റെ പുറത്താണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഈ ബാറിൽ നമ്മുടെ ആൻ്റണിയും കൂട്ടുകാരും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധിക സമയം പുറത്ത് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചി അകത്തോട്ട് വരുവാണ്, ഇവരെ കാണാതാവുമ്പോഴേക്കും. അപ്പോൾ ആൻ്റണി നോക്കുമ്പോൾ സച്ചി വരുന്നു. ഈ ഡ്യൂട്ടി ടൈമിൽ സച്ചി കുടിക്കാൻ വരുവാന്നാണ് ആൻ്റണി വിചാരിക്കുന്നത്. അപ്പോൾ ആൻ്റണി നേരെ ആൻ്റണിയുടെ മൊബൈൽ എടുത്തിട്ട് സച്ചിയുടെ വീഡിയോ ഒക്കെ പിടിക്കുവാണ്. സച്ചി കണ്ടിട്ടില്ല ആൻ്റണി അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നത്. സച്ചി അവരോട് വന്നിട്ട് പറയുന്നുണ്ട്, സർ ഇപ്പോൾ ഒരുപാട് നേരം ആയില്ലേ, എൻ്റെ കസ്റ്റമേഴ്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, വേറൊരു ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് സച്ചി നേതാവിനോട്. അപ്പോൾ നേതാവ് പറയുന്നുണ്ട്, എടാ നീ വാ സച്ചി, നമുക്ക് ഓരോന്ന് കുടിച്ചിട്ടൊക്കെ പോകാൻ പറയുമ്പോൾ സച്ചി പറയും, ഇല്ല സാർ ഞാൻ ഡ്യൂട്ടി ടൈമിൽ ഒരിക്കലും കുടിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ശരി, കുടിക്കാത്ത ഒരാളെ നിർബന്ധിക്കുന്നത് ശരിയല്ല എന്നൊക്കെ നേതാവും പറയുന്നുണ്ട്. എന്നിട്ട് നേതാവ് ഒരു കുപ്പി എടുത്തിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ പൊട്ടിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻ്റണി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതൊക്കെ സൂം ചെയ്തെടുക്കുവാണ്. സച്ചി കുപ്പി പൊട്ടിക്കുന്നതും പിന്നെ അവിടെ ടച്ചിങ്സിന് വെച്ച സാധനങ്ങൾ എടുത്ത് തിന്നുന്നതുമൊക്കെ എടുത്തിട്ട് ആൻ്റണിയുടെ കൂട്ടുകാരനോട് പറയുവാണ്, ഞാൻ ഈ പിടിച്ച വീഡിയോ സച്ചി നല്ല മദ്യപാനിയായിട്ടിരിക്കുന്ന ടൈപ്പിൽ എഡിറ്റ് ചെയ്ത് എനിക്കൊന്ന് വീഡിയോ വൈറലാക്കി തന്നെ യൂട്യൂബിലിട്ടെന്ന് കൂട്ടുകാരനോട് പറയുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം, വിഷമിക്കണ്ട എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ആൻ്റണി ആണെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. സച്ചി ആണെങ്കിൽ കുടിക്കുന്നൊന്നുമില്ല, സച്ചി അവിടെ അവരുടെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് സച്ചി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു കള്ളുകുടിയൻ ഇങ്ങനെ വന്ന് സച്ചിയുടെ ദേഹത്ത് മുട്ടിയിട്ട് പ്രശ്നമൊക്കെ ആകുന്നുണ്ട്. അതൊക്കെ ആൻ്റണി വീഡിയോ എടുത്തിട്ട് കൂട്ടുകാരനെ ഏൽപ്പിക്കുവാണ് എഡിറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. കൂട്ടുകാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്തിട്ട് സച്ചി നല്ല മദ്യപാനിയായിട്ട് നിൽക്കുന്ന ടൈപ്പിൽ ആ വീഡിയോ ഉണ്ടാക്കുവാണ്. മദ്യമൊക്കെ കുടിച്ചിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാളായിട്ട് വഴക്കുണ്ടാക്കുന്ന ടൈപ്പിൽ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്പർ 1 ട്രെൻഡിങ്ങിൽ ഈ വീഡിയോ ഓടും. അവിടെയുള്ള മിക്കവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെൻഡിങ് നമ്പർ 1 തന്നെ വരുമ്പോൾ തന്നെ ഊഹിച്ചൂടെ ആ വീഡിയോ എത്രത്തോളം വൈറലായിട്ടുണ്ടാകുമെന്ന്. പക്ഷേ സച്ചി ഇതൊന്നും കാണുന്നില്ലേ. സച്ചി ഇങ്ങനെ വേറെ കസ്റ്റമറിനെയും കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് പോകുവാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ശരത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, രേവതി ഫോണിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാത്ത ആളാണല്ലോ. അപ്പോൾ ശരത്ത് രേവതി ആ വീഡിയോ കാണിക്കുവാണ്. നോക്ക് ചേച്ചി, ചേച്ചിയല്ലേ പറഞ്ഞ ആൻ്റണി ചേട്ടനാ കള്ള് കുടിയനെന്ന്. ആൻ്റണി ചേട്ടൻ കള്ള് കുടിച്ചിങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ ഭർത്താവ് എന്താ കാണിക്കുന്നതെന്ന് നോക്കിയേ, ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് രേവതി ആ വീഡിയോ കാണിക്കുവാണ്. രേവതി വീഡിയോ കാണുന്നതും ഞെട്ടും. കാരണം സച്ചി ശരിക്കും കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ടൈപ്പ് ആണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. കണ്ട ആരും അത് വിശ്വസിക്കും. സച്ചി കുടിച്ച് വണ്ടി ഓടിക്കുന്നതായും പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടൊക്കെ. രേവതി ആ വീഡിയോ കാണുന്നതും കണ്ണൊക്കെ നിറഞ്ഞ് കരയുവാണ്. അതിൻ്റെ അടിയിലാണെങ്കിൽ സച്ചിക്ക് നേരെ മോശം കമൻസാണ് വന്നിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ ലൈസൻസ് റദ്ദാക്കണം, ഇവൻ്റെയൊക്കെ വണ്ടി കയറുന്നവരുടെ കഷ്ടകാലമാണ്, ഇവനെ പോലുള്ളവർ കൊണ്ടാണ് ഈ നാട്ടിൽ എപ്പോഴും ആക്സിഡൻ്റൊക്കെ നടക്കുന്നത്, മദ്യപിച്ച് അവൻ വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ, ഇവൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, ആരും ഇവൻ്റെ വണ്ടി കയറരുതെന്നുള്ള കമൻസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, രേവതി മാത്രമല്ല കേട്ടോ, നമ്മുടെ സുധി പാർക്കിൽ കിടന്നുറങ്ങിയപ്പോൾ സച്ചി എല്ലാവരെയും ആ വീഡിയോ കാണിച്ചിട്ട് ഇതാക്കിയതല്ലേ. അതുകൊണ്ട് തന്നെ പകരം വീട്ടാൻ ഒരു അവസരം കാത്തു നിൽക്കുമായിരുന്നു നമ്മുടെ സുധിയും. അപ്പോൾ സുധി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സച്ചിയുടെ ഈ വീഡിയോ വീട്ടിൽ പോയിട്ട് നേരെ TV-യിൽ പ്ലേ ചെയ്യുവാണ്. പ്ലേ ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കും. രവീന്ദ്രൻ ഈ വീഡിയോ കാണുമ്പോൾ ഞെട്ടിപ്പോകും കേട്ടോ. താൻ പുഞ്ഞാരിച്ച് വളർത്തിയ മോൻ ഇങ്ങനെ കുടിച്ച് മദ്യപിച്ച് റോട്ടിലേക്ക് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ട് രവീന്ദ്രൻ്റെ നെഞ്ചു പൊട്ടിപ്പോകുവാണ്. ചന്ദ്രക്കൊക്കെ സന്തോഷമാവും. കണ്ടോ, അത് നിങ്ങളുടെ മോൻ, നിങ്ങൾ പുഞ്ഞാരി
വിചാരിച്ച മോൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ, ഇവൻ കാരണം ഞങ്ങൾക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് ചടങ്ങിൽ വെച്ച് എല്ലാവരെയും നാണം കെടുത്തി, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര പറഞ്ഞ് രവീന്ദ്രനെ ഒന്നുകൂടെ വിഷമിപ്പിക്കുകയാണ്. വർഷയും ഫോൺ നോക്കി പറയും, അച്ഛാ സച്ചേട്ടൻ്റെ നേരെ ഒരുപാട് മോശം കമൻസ് ഒക്കെ വരുന്നുണ്ട്, ട്രെൻഡിങ്ങിലാണ് ഈ വീഡിയോ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രന് നല്ല ദേഷ്യം വരുവേ. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരുവാണ് രവീന്ദ്രന്. സച്ചി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സച്ചി അപ്പോൾ ഇത് നേരെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും രവീന്ദ്രൻ പറയുവാണ്, നിക്കടാ അവിടെ, നീ ഇനി വീട്ടിൽ കയറി പോകരുതെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്താ അച്ഛ, എന്താ കാര്യം, എന്താ കാര്യമെന്നോ, നീ ഇനി എന്നോട് മിണ്ടാൻ നിൽക്കണ്ട, അച്ഛാന്ന് എന്നെ വിളിക്കാനും നിൽക്കണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കര ഒച്ചപ്പാടാണ് അവിടെ. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ രേവതിയും വീട്ടിലോട്ട് വരുന്നത്. രേവതിയും കരഞ്ഞ് വിഷമിച്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചേട്ടൻ ഇനി മിണ്ടണ്ട, സച്ചേട്ടൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ മേടിച്ചു കൊടുത്ത കാറിൽ ഇനി മദ്യപിക്കാതെ വണ്ടി ഓടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കണ്ടു സച്ചേട്ടൻ്റെ വീഡിയോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, എന്ത് വീഡിയോ? അപ്പോൾ തന്നെ ശ്രുതിയും പറയുവേ, എൻ്റെ ഭർത്താവ് പാർക്കിൽ കിടന്ന് ജോലിയില്ലാതെ ഉറങ്ങിയതിന് എന്തൊക്കെയായിരുന്നു സച്ചേട്ടൻ ഇവിടെ കിടന്ന് കാണിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ അയാളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ, നാണമില്ലല്ലോ കുടിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാൻ. അതിൻ്റെ താഴെ വന്ന കമൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേന്ന് പറഞ്ഞ് ശ്രുതി നമ്മുടെ സച്ചിയെ കളിയാക്കുവാണ്. ശ്രുതിയും കളിയാക്കുന്നുണ്ട്. കിട്ടിയ അവസരം അവർ രണ്ടുപേരും മുതലാക്കുവാണ്. ചന്ദ്രയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, സച്ചിയെ കുത്തി നോവിക്കുവാണ്. അപ്പോഴും സച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യമെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ ശ്രുതി, നീ ആ വീഡിയോ അവനൊന്ന് കാണിച്ചു കൊടുത്തിയെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി വീഡിയോ സച്ചിനെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ എന്തു പറയണമെന്നറിയാതെ ഷോക്കായി നിൽക്കുവാണ്. അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴും രവീന്ദ്രനും രേവതിയൊന്നും അതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ആ വീഡിയോ ശരിക്കും കുടിച്ചിരിക്കുന്ന ഒരാളുടെ വീഡിയോ ആണെന്നേ, എഡിറ്റിംഗ് ആണെന്ന് ഒട്ടും പറയത്തില്ല. കാരണം ഒറിജിനലിൽ വെല്ലുന്ന വീഡിയോ ആണത്. സച്ചി ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അവരാരും ഇക്കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ഭാര്യയായ രേവതിയും അച്ഛനായ രവീന്ദ്രനും പോലും വിശ്വസിക്കുന്നില്ല. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇനി മേല നീ എന്നോട് മിണ്ടാൻ നിൽക്കരുത്, നിൻ്റെ മദ്യപാനം എന്ന് നിർത്തുന്നുവോ അന്ന് നീ എൻ്റെ അടുത്ത് വന്നാൽ മതി. നീ കാരണം ഞങ്ങൾക്ക് ഈ നാണക്കേടാണ്, നിന്നെപ്പോലുള്ളൊരു മകൻ എനിക്കിനി വേണ്ട. നീ ഇന്നേ വരെ എനിക്ക് ജീവിതത്തിലൊരു നല്ല കാര്യം പോലും ചെയ്തു തന്നിട്ടില്ല, നീ കാരണം എന്നും എനിക്ക് മോശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സച്ചിയെ വേദനിപ്പിക്കുവാണ് രവീന്ദ്രൻ. എന്നിട്ട് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് സച്ചിയെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. അപ്പോൾ രേവതി ഭയങ്കര വിഷമത്തിൽ നിൽക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെ നീ പോകണ്ട, അവൻ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിക്കട്ടെ, അവന് കള്ളാണ് വലുത്, അവൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ അവിടെ നിന്നും ഇറക്കി വിടുവാണ്. ഈ സമയം നമ്മുടെ മധുസൂദനനും സച്ചിക്കെതിരെ കേസ് കൊടുക്കുവാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന് പറഞ്ഞ് പോലീസിനെയൊക്കെ വിളിച്ചേൽപ്പിക്കുന്നുണ്ട്. സച്ചിയുടെ ജോലി വരുമാന മാർഗം അതോടുകൂടി നിലച്ചിരിക്കുകയാണ്. സച്ചിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കാരണം താൻ പറയുന്ന സത്യങ്ങൾ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല, വീട്ടിലുള്ളവർ വിശ്വസിക്കുന്നില്ല, പിന്നെയല്ലേ പുറത്തുള്ളവർ. സച്ചി ആകെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പുറത്തോട്ട് നടന്നിരുന്ന് ടാക്സി സ്റ്റാൻഡിൽ പോയി ഇരിക്കുവാണ്. ആര് പറഞ്ഞിട്ടും. അപ്പോഴേക്കും നമ്മുടെ മഹേഷും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്തൊരു വീഡിയോ അതെന്ന് പറയുമ്പോൾ സച്ചി അവരോടും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലടാ, ഇതാര് തന്ന പണിയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, എന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ വരെ പുറത്താക്കി എന്ന് പറഞ്ഞ് സച്ചി വല്ലാതെ വിഷമിക്കുകയാണ്. ഇതൊക്കെയാണ് വരും പോകുന്ന ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അങ്ങനെ സച്ചിയെ ചേർത്ത് നിർത്തിയിരുന്ന രവീന്ദ്രനും സച്ചിയെ തള്ളിപ്പറയുവാണ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.